ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് വന്നിരിക്കുന്നത് കേരള ലോ എൻട്രൻസ് എക്സാമിനേഷന്റെ നോട്ടിഫിക്കേഷൻ വന്ന വിവരം എല്ലാവരും അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് കേരളത്തിലെ 4 ഗവൺമെന്റ് ലോ കോളേജസിലേക്കും പ്രൈവറ്റ് കോളേജസിലേക്കുമുള്ള അഡ്മിഷന് വേണ്ടിയിട്ടുള്ള കോമൺ എൻട്രൻസ് എക്സാമിനേഷൻ ആണ്. അപ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ കഴിഞ്ഞ ദിവസം വരികയുണ്ടായി. ഇതിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാനാണെങ്കിൽ cekerala.gov.in എന്നുള്ള സൈറ്റ് നോക്കിയാൽ അതിന് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇത് 5 ഇയർ LLB കോഴ്സിലേക്കും വിളിച്ചിട്ടുണ്ട്, 3 ഇയർ LLBക്കും വിളിച്ചിട്ടുണ്ട്. ഞാനിവിടെ 5 ഇയർ LLBയുടെ ഡീറ്റെയിൽസ് എക്സ്പ്ലെയിൻ ചെയ്യാം. 5 ഇയർ LLBക്ക് വേണ്ട ക്രൈറ്റീരിയ എന്ന് പറയുന്നത് +2 ക്വാളിഫിക്കേഷൻ വേണം. +2 പാസ്സായ ഒരു വ്യക്തിക്ക് 45% മാർക്ക് ഉണ്ടെങ്കിൽ, +2-ല് 45% മാർക്ക് ഉണ്ടെങ്കിൽ കേരള ലോ എൻട്രൻസ് എക്സാമിനേഷൻ എഴുതാൻ എലിജിബിൾ ആണ്. അതുപോലെ തന്നെ ഡിപ്ലോമ കോഴ്സ് 10ാം ക്ലാസ് കഴിഞ്ഞ് ഡിപ്ലോമ പഠിച്ചിട്ട് വന്നവർക്കും ഈ കോഴ്സിന് എലിജിബിൾ ആണ്. അപ്പം ഇതാണ് മെയിൻ ക്രൈറ്റീരിയ. പിന്നെ നേറ്റീവ് ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. നേറ്റീവ് ഓഫ് കേരള ആയിട്ടാണ് തെളിയിക്കുന്ന ഡോക്യുമെന്റ്സ് വേണം. കേരളത്തിലുള്ളവർക്ക് ഈ എൻട്രൻസ് എഴുതാം. നോൺ കേരളൈറ്റ്സ് ആണെങ്കിൽ ഈ റിസർവേഷൻ ആനുകൂല്യങ്ങളൊന്നും കിട്ടത്തില്ല. അപ്പൊ ഇതാണ് മെയിൻ ആയിട്ട് നോട്ടിഫിക്കേഷനിൽ പറയുന്ന കാര്യം. ഇതിനകത്ത് +2-ന് 45% മാർക്ക്, ക്വാളിഫയിങ് എക്സാമിനേഷന്റെ മാർക്ക് ലിസ്റ്റും പാസ് ലിസ്റ്റും ഒക്കെ അഡ്മിഷൻ സമയത്ത് പ്രൊഡ്യൂസ് ചെയ്യണം. ഡിപ്ലോമക്കാരാണെങ്കിൽ ഡിപ്ലോമയുടെ പാസ് സർട്ടിഫിക്കറ്റും മാർക്ക് ലിസ്റ്റും വേണം. 10ാം ക്ലാസ് കഴിഞ്ഞ് ഡിപ്ലോമ 3 ഇയർ ഡിപ്ലോമ പഠിച്ചവര്. അപ്പൊ ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങളാണ് ആ നോട്ടിഫിക്കേഷനിൽ വന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞു, ജനറൽ കാറ്റഗറി ആണെങ്കിൽ +2-ന് 45% മാർക്കാണ് ക്വാളിഫയിങ് എക്സാമിനേഷന് വേണ്ടത്. അതേസമയം SC/BC കാൻഡിഡേറ്റ്, സോഷ്യലി ആൻഡ് എക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസ്സസ് ആണെങ്കിൽ മിനിമം 42% മാർക്ക് മതിയാവും ക്വാളിഫയിങ് എക്സാമിനേഷൻ. അത് +2-ന് 42% മാർക്ക് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ SC/ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 40% മാർക്ക് ഉള്ളവർക്കും ക്ലീ എക്സാം എഴുതാവുന്നതാണ്. ഇനി നമ്മൾ ഏജ് ക്രൈറ്റീരിയ പറയാണ്. ഏജ് 17 വയസ്സ് 31/7/2024 കംപ്ലീറ്റ് ആയവർക്ക് അപ്ലൈ ചെയ്യാം. അതാണ് ലോവർ ഏജ് ലിമിറ്റ്. 17 വയസ്സ് കഴിഞ്ഞിരിക്കണം 31/7/2024. അപ്പർ ഏജ് ലിമിറ്റിനെ പറ്റിയുള്ള ഒരു ഡിസിഷൻ, ഫൈനൽ ഡിസിഷൻ വരുന്നത് ഓണറബിൾ സുപ്രീം കോടതിയുടെ ഡിസിഷൻ പ്രകാരമായിരിക്കും. ഇനി ഇതിന്റെ എൻട്രൻസ് എക്സാമിന്റെ ക്രൈറ്റീരിയ ആണ്. ഇതൊരു കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആയിരിക്കും. ടോട്ടൽ 120 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിൽ 120 ക്വസ്റ്റ്യൻസിൽ ഒരു ക്വസ്റ്റ്യന് 3 മാർക്ക് വെച്ച് 120 × 3 360 മാർക്കിനാണ് ക്വാളിഫയിങ് എക്സാമിനേഷൻ നടത്തുന്നത്. അതാണ് ഓരോ നെഗറ്റീവ് ആൻസറിനും 1 മാർക്ക് വെച്ച് ഡിഡക്റ്റ്. ഇപ്പം ഈ എൻട്രൻസ് എക്സാമിനേഷന് ക്വാളിഫൈ ആവണമെങ്കിൽ ഒരു കുട്ടി മിനിമം ടോട്ടൽ മാർക്കിന്റെ ജനറലും SC/BC കാൻഡിഡേറ്റ്സും ആ എൻട്രൻസ് എക്സാമിന്റെ ടോട്ടൽ മാർക്കിന്റെ 10% ക്വസ്റ്റ്യനുകൾ അറ്റൻഡ് ചെയ്താലാണ് എൻട്രൻസിന്റെ റാങ്ക് പട്ടികയിൽ ഉൾപ്പെടുക. അതേസമയം SC/ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 5% മാർക്ക്, ടോട്ടൽ മാർക്കിന്റെ 5% ഉണ്ടെങ്കിൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടും. അതിന്റെ ബേസിൽ അലോട്ട്മെന്റ് പ്രൊസീജിയറിലൂടെ ഫസ്റ്റ് അലോട്ട്മെന്റ്, സെക്കൻഡ് അലോട്ട്മെന്റ്, മോപ്പപ്പ് എന്നിങ്ങനെ അലോട്ട്മെന്റ്, വിവിധ ഘട്ട അലോട്ട്മെന്റിലൂടെ ക്വാളിഫൈഡ് ആയിട്ടുള്ളവർക്ക് ഈ പറഞ്ഞ 4 ഗവൺമെന്റ് ലോ കോളേജസ് ഏതൊക്കെയാണ്? തിരുവനന്തപുരം ഗവൺമെന്റ് ലോ കോളേജ്, എറണാകുളം ഗവൺമെന്റ് ലോ കോളേജ്, തൃശൂർ ഗവൺമെന്റ് ലോ കോളേജ്, കോഴിക്കോട് ഗവൺമെന്റ് ലോ കോളേജ്, ഇത്രയും ലോ കോളേജസിലേക്ക് 5 ഇയർ ഇന്റഗ്രേറ്റഡ് LLBക്ക് അഡ്മിഷൻ ലഭിക്കുന്നതാണ്. ഈ പറയുന്ന മാർക്കിന്റെയും ഏജിന്റെയും ക്രൈറ്റീരിയ ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന എലിജിബിൾ ആണെങ്കിൽ ഏതെങ്കിലും അലോട്ട്മെന്റിൽ നമുക്ക് ഈ പറഞ്ഞ പ്രസ്തുത ലോ കോളേജിൽ, ഗവൺമെന്റ് ലോ കോളേജിൽ ഈ ഫീസ് ആനുകൂല്യങ്ങളോ റിസർവേഷൻ കാറ്റഗറി ഉണ്ടെങ്കിൽ അത് പ്രകാരം പഠിക്കാവുന്നതാണ്. ഈ പറഞ്ഞ 4 ഗവൺമെന്റ് ലോ കോളേജ് അല്ലാതെ പ്രൈവറ്റ് ലോ കോളേജസുകളും ഈ എൻട്രൻസ് എക്സാമിന്റെ ബേസിൽ ആണ് അഡ്മിഷൻ കൊടുക്കുന്നത്. അപ്പൊ പ്രൈവറ്റ് ലോ കോളേജസ് ഏതൊക്കെയാണെന്ന് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് cekerala.gov.in എന്ന സൈറ്റിൽ ലഭ്യമാണ്. അവിടെ നിന്ന് നമുക്ക് പ്രൈവറ്റ് ലോ കോളേജസിലും ഗവൺമെന്റ് ലോ കോളേജസിലെയും വിവരങ്ങൾ അതിൽ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. ഇതിലെ ഫീ പേയ്മെന്റും അഡ്മിഷന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷനും എല്ലാം ഈ വെബ്സൈറ്റിൽ ലഭ്യമാണ്. ഇവിടെ നമ്മൾ ഓൺലൈനായിട്ട് ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്ത് ഫീ പേയ്മെന്റ് നടത്തി കഴിഞ്ഞാൽ നമുക്ക് ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആയി എന്ന് പറയാം. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് അപ്ലോഡ് ചെയ്യേണ്ടത്, അതിനെ പറ്റി ഇനി പറയാം. എന്തെങ്കിലും റിസർവേഷൻ ക്ലെയിം ചെയ്യുന്ന കാറ്റഗറി ആണെങ്കിൽ അവരുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, ഇൻകം സർട്ടിഫിക്കറ്റ്, നേറ്റിവിറ്റി, നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ്. നേറ്റിവിറ്റി എന്ന് പറയുന്നത് എല്ലാവർക്കും ആവശ്യമാണ്. നമ്മൾ കേരളത്തിലാണ് എന്ന് തെളിയിക്കുന്ന ഒരു രേഖ. നമ്മുടെ SSLCയോ ബർത്ത് സർട്ടിഫിക്കറ്റോ എന്തായാലും മതി. അതിനകത്ത് ആപ്ലിക്കേഷൻ ഫീസ് എന്ന് പറയുന്നത് ജനറൽ കാൻഡിഡേറ്റ്സിനും SC/BC കാൻഡിഡേറ്റ്സിനും 850 രൂപയാണ്.
ഇനി പറയാൻ പോകുന്നത് സീറ്റ് അലോട്ട്മെന്റ് എത്രയാണ് ഓരോ കോളേജസിലെന്നാണ്. തിരുവനന്തപുരം ഗവൺമെന്റ് ലോ കോളേജിൽ ടോട്ടൽ 120 സീറ്റ് ഉണ്ട്. അവിടെ BA LLB കോഴ്സാണ് നടത്തുന്നത്. കോഴിക്കോട് ഗവൺമെന്റ് ലോ കോളേജിൽ 120 സീറ്റാണ്. അവിടെ BBA LLB കോഴ്സാണുള്ളത്. ടോട്ടൽ 120 സീറ്റ്സ്. ഇനി എറണാകുളം ലോ കോളേജിലാണെങ്കിൽ ടോട്ടൽ 60 സീറ്റ്സ് ആണ്. അവിടെ BCom LLB ആണ് ചെയ്യാൻ പറ്റുന്നത്. തൃശ്ശൂർ ലോ കോളേജിലും 60 സീറ്റാണ്. അവിടെ BBA LLB ആണുള്ളത്. അപ്പൊ ഇത്രയും ഇത് കൂടാണ്ട് ഈ പറഞ്ഞ ഗവൺമെന്റ് ലോ കോളേജസ് കൂടാണ്ട് ബാക്കി 22 പ്രൈവറ്റ് ലോ കോളേജസും ഈ എൻട്രൻസ് ലിസ്റ്റിൽ നിന്നാണ് സെലക്ട് ചെയ്ത് അഡ്മിഷൻ കൊടുക്കുക. ഇനി ഈ ആപ്ലിക്കേഷൻ പ്രൊസീജിയർ ഫില്ല് ചെയ്യാനുള്ള ഡേറ്റുകൾ 26/7/2024 CEയുടെ വെബ്സൈറ്റിൽ ഓപ്പൺ ആയിട്ടുണ്ട്. ഓഗസ്റ്റ് 2 വരെയാണ് ലാസ്റ്റ് ഡേറ്റ്. ഓഗസ്റ്റ് 2 വൈകിട്ട് 5 മണി വരെ നമുക്ക് എൻട്രൻസ് കമ്മീഷൻ ഓഫീസിൽ ഈ CEയുടെ സൈറ്റ് വെച്ച് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ആണ്. 18/8/2024 ഈ എൻട്രൻസ് എക്സാം കണ്ടക്ട് ചെയ്യും. പിന്നെ അലോട്ട്മെന്റ് പ്രൊസീജിയേഴ്സ് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ ഏതെങ്കിലും ലോ കോളേജസിലേക്ക് നമ്മൾ എലിജിബിൾ ആണെങ്കിൽ നമുക്ക് അഡ്മിഷൻ കിട്ടും. 5 ഇയർ LLBയുടെ ഇത്തവണത്തെ എൻട്രൻസ് എക്സാമിന്റെ നോട്ടിഫിക്കേഷനെ പറ്റി ഉള്ളൊരു ബ്രീഫ്. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ ചോദിക്കാം. അത് മാത്രമല്ല നിങ്ങൾക്ക് സംശയങ്ങൾ ക്ലാരിഫൈ ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയാൽ cekerala.gov.in പോയാൽ കൃത്യമായ ഡീറ്റെയിൽസ് അവിടെ നിന്ന് ലഭിക്കും. പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻട്രൻസ് എക്സാം കമ്മീഷണറുടെ ഓഫീസിലേക്ക് ഫോൺ ചെയ്തും സംശയങ്ങൾ ക്ലിയർ ചെയ്യാവുന്നതാണ്. താങ്ക് യു.